കേരള ക്രൈം ഫയൽ സീസൺ 2 എനിക്കിഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലെങ്ത് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സീസൺ 1 കണ്ട പോലെ തന്നെ സീസൺ 2 വളരെ ക്രിസ്പായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് എല്ലാ എപ്പിസോഡുകളും ആവറേജ് ഒരു 25 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. ലാസ്റ്റ് എപ്പിസോഡ് മാത്രം കുറച്ചും കൂടിയുണ്ട്. പക്ഷേ സ്റ്റിൽ അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്നുണ്ടെങ്കിൽ ആകെ 6 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ ഓരോ എപ്പിസോഡ് ഒരു 25 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന സമയം കൊണ്ട് ഒരു വൺ ഷോട്ടിൽ നമുക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റും. ബാക്കി പല സീരീസുകളുടെയും പ്രശ്നം എന്താണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1 കാണും, 2 കാണും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഇത് നമുക്കൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ വൺ ഷോട്ടിൽ ക്വിക്കായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ 2. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിൽ ആക്ടിംഗ് ആണ്. ആക്ടിംഗ് ഇൻ ദ സെൻസ് ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ഭീകര ഒരു ആക്ടിംഗ് എന്നുള്ള സ്കോപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഇപ്പോൾ അജു വർഗീസ് ആണെന്നുണ്ടെങ്കിലും ലാലാണെന്നുണ്ടെങ്കിലും പിന്നെയുള്ള ഈ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്ന ഓഫീസേഴ്സ് ആണ് അവരൊക്കെ നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആൻറ്റി ഹീറോ എന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്ത ഒരാളുണ്ട്, അയാളുടെ ഒരു കുറച്ച് ഭാഗങ്ങളിൽ വരുന്നൊരു അഭിനയം എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതായത് അയാളുടെ ആക്ടിങ് സൂപ്പറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഇതിൽ കുറച്ച് കുട്ടികളുടെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അവരും നന്നായിട്ട് തോന്നി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോകുന്ന ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്ത പോലെ തോന്നി. അപ്പോൾ നമുക്കൊരു ഒരു ഒരു സീരീസ് ലെവൽ ആക്ടിങ് അല്ല ഇതിൽ ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ഒരു ഒരു ഫിലിം കാണുമ്പോൾ കിട്ടുന്ന അതേ ഒരു 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 ഫീലിംഗ് ഇതിൽ ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, ഇതിൽ ഡോഗ്സിനെ കാണിച്ചിരിക്കുന്നതാണ്. സോ ബേസിക്കലി ഇതിൽ ഈ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഡോഗ്സിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ച് അതിൻ്റെ പിന്നിൽ ഈ സീരീസിൻ്റെ ഡയറക്ടറും പ്രൊഡക്ഷൻ ടീമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു പോലീസ് നായ എന്ന് പറയുന്നത് അവരുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ്, അവർക്കൊരു അപകടം പറ്റി എന്ത് സംഭവിക്കും, അവർ റിട്ടയർ ചെയ്താൽ എങ്ങനെ സംഭവിക്കും, അവർക്ക് അസുഖം വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഏതൊക്കെ മരുന്നുകളാണ്, എക്സ്റേ അല്ലെങ്കിൽ ഇ സി ജി അല്ല സോറി എക്സ്റേ, അതുപോലെ MRI, ഈ കാര്യങ്ങളൊക്കെ എടുക്കുമോ എടുക്കില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പോലീസ് സ്ക്വാഡിലെ ഡോഗ്സിൻ്റെ ലൈഫിനെ ഇതിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അല്ലാതെയും കാണിക്കുന്നുണ്ട്, നായകളെ ഇൻ ജനറലായിട്ടും കാണിക്കുന്നുണ്ട്, അതും വളരെ അപ്രീഷിയബിൾ ആണ്. പക്ഷേ ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരുപാട് റിസർച്ച് ചെയ്യാണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് ഒതൻറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് നമ്പർ 3. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു ക്രൈം ഉണ്ട്. ബേസിക്കലി അത് സോൾവ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ്. അതായത് സാധാരണ ഇപ്പോൾ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ ഭീകരമായിട്ടുള്ള ട്വിസ്റ്റും ടേണുകളും ലോകത്തില്ലാത്ത തെളിവുകളും അങ്ങനെയൊക്കെ വന്ന് ഫോറൻസിക്കുകാർ വരുന്നു, അവിടെ മാന്തുന്നു ഇവിടെ മാന്തുന്നു, ഇതങ്ങനെയൊന്നും ഇല്ലാണ്ട് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ CCTV ഫുട്ടേജസ് കമ്പൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ എപ്പിസോഡൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. കാരണം അത് കോമൺ സെൻസ് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഒരു 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 റിയൽ ലൈഫിൽ ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് അവർ ആക്സസ് ഉണ്ട്, ഉദാഹരണത്തിന് മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ, കോൾ ഹിസ്റ്ററി, CCTV വീഡിയോസ്, ഇതൊക്കെ വെച്ചാണ് ഇതിൽ ഈ ഒരു ക്രൈം സോൾവ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ സംഭവങ്ങളും കുറേ പുതിയ ടെക്നോളജിയും ഒന്നും വെച്ചിട്ടല്ല. സോ ഇറ്റ് ഈസ് വെരി മച്ച് കൺവിൻസിങ്. ദാറ്റ് ഈസ് എ ഫോർത്ത് ഫാക്ടർ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എഗെയിൻ അഭിനയമാണ്. നമ്മൾ ഓൾറെഡി അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതിൽ 2 സീനിയർ ആക്ടേഴ്സ് ഉണ്ട് മലയാളത്തിലെ, ഇന്ദ്രൻസും അതുപോലെ ഹരിശ്രീ അശോകനും. ഇന്ദ്രൻ ചേട്ടൻ്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആളൊന്നുമല്ല. സോ ഡെഫിനറ്റ്ലി ഹി ഹാസ് ഡൺ ഹിസ് ജോബ്. പക്ഷേ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന ആക്ടറെ നമ്മൾ കുറേ കാലമായി സ്ക്രീനിൽ കണ്ടിട്ട്, നമ്മളിതിനു മുമ്പ് കണ്ടതൊക്കെ വളരെ കോമിക്കലായിട്ടുള്ള റോളിലാണ്. ഇതിൽ പുള്ളിയുടെ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ച് സീനുകളിലേ പുള്ളി വന്നു പോകുന്നുള്ളൂ. പലരും പല റിവ്യൂസിലും ഞാൻ കണ്ടു പുള്ളി അത്ര പോരാ, പുള്ളിയെ യൂസ് ചെയ്തില്ല എന്നൊക്കെ രീതിയിൽ കണ്ടു. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. കാരണം പുള്ളി അവതരിപ്പിച്ച ക്യാരക്ടറിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് പുള്ളി ആക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇമോഷൻസിലൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഹരിശ്രീ അശോകനെ ഇതിൽ കാണാൻ പറ്റും, വളരെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും. അപ്പോൾ ദാറ്റ് ഓൾസോ ഷുഡ് ബി എ ട്രീറ്റ്. സോ ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് റീസൺ ടു വാച്ച് കേരള ക്രൈം ഫയൽ സീസൺ 2. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ യുവർ തോട്ട് ഇൻ ദി കമൻറ്റ്സ്, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ആൻഡ് പ്ലീസ് ഡു ഷെയർ ദ വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.